നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന്. നിങ്ങളുടെ ഇന്നിൽ നാം പ്രതിപാദിക്കുന്ന ഇന്നത്തെ ദിനം 1201 മേടമാസം 23-ാം തീയതി, അതായത് 2026 മെയ് മാസം 6-ാം തീയതി ബുധവാരം. ബുധനാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:08 അസ്തമയം വൈകിട്ട് 6:34 തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 12 മുതൽ 1:30 വരെയുള്ള സമയം. ഈ 1.5 മണിക്കൂർ ദൈർഘ്യ സമയം നാം ഒരു ശുഭകാര്യങ്ങളും അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി ഒരത്ര ഗുണമുള്ള തിഥിയല്ല. കറുത്തപക്ഷത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ്. ചതുർത്ഥി ഒരു ശൂന്യമായ റിക്തയായ തിഥിയാണ്. അപ്രകാരമുള്ള 3 തിഥികളുണ്ട്. ചതുർത്ഥി എന്നാൽ 4ാമത്തെ തിഥി. അത് വെളുത്ത പക്ഷത്തിലായാലും കറുത്ത പക്ഷത്തിലായാലും. അപ്രകാരം നവമി 9ാമത്തെ തിഥി. അതേപ്രകാരം ചതുർദശി 14ാമത്തെ തിഥി. അതിനാൽ അപ്രകാരം 4, 9, 14 ഈ തിഥികൾ ചതുർത്ഥി, നവമി, ചതുർദശി അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും നാം എന്ത് ചെയ്യും? സാമ്പത്തിക ദിനത്തിന് അനുകൂലമായ ദിനമല്ല എന്ന് മനസ്സിലാക്കണം. തിഥി എന്നാൽ ജ്യോതിഷത്തിൽ പഞ്ചാംഗത്തിൽ ഭൂരിശ്രീ വിഭവ. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. നക്ഷത്രം മൂലം നക്ഷത്രമാകുന്നു. മൂലം ഒരു ശുഭനക്ഷത്രമാണ്. വെളുത്ത പക്ഷത്തിലെ മൂലമാണെങ്കിൽ അതിന് ധാരാളം പ്രത്യേകതകൾ ഉണ്ട്. ആൺമൂലം അറകെട്ടി വാഴും എന്നൊക്കെ പറയാറുണ്ട് പഴയകാലത്ത്. പെൺമൂലം പെരുവഴിയിലെന്നും. വളരെ ശക്തമായ സാന്നിധ്യമുള്ള ധനുരാശിയിലെ 60 നാഴിക ഒരു മുഴു നക്ഷത്രമാകുന്നു മൂലം നക്ഷത്രം. ശുഭകാര്യങ്ങൾക്ക് വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയകൾക്ക് ഇന്നത്തെ ദിനം അനുകൂലമല്ല. അതിനാൽ ഇന്ന് ഒഴിഞ്ഞ തിഥിയാണ്, നക്ഷത്രം മൂലമാണ്. അതിനാൽ ഇന്നത്തെ ദിനം സാമ്പത്തിക വിഷയങ്ങൾക്കൊന്നും അനുകൂലമല്ല എന്നറിയുക. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ഇന്നത്തെ ദിനം ചെയ്യണമെങ്കിൽ ഇന്ന് കാലത്ത് 9:10 മുതൽ 10 മണി വരെയുള്ള സമയം, അപ്രകാരം ഉച്ചയ്ക്ക് 2:15 മുതൽ 3 മണി വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ്. ഇന്നത്തെ പ്രാർത്ഥന നിർബന്ധമായും വൈകിട്ട് 4 മണി വരെ മൂലം നക്ഷത്രമാണ്. പ്രാർത്ഥന നിർബന്ധമായും സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം? അവിടെ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. നിങ്ങളുടെ പ്രാർത്ഥന ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.